നീൽസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് FPS-ന്റെ മുൻവർഷ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഗാമ റേസ് ആർ extremely small and fast moving particles of matter. Option B, high speed positrons. Option C, electromagnetic radiations. D, high speed neutrons. അപ്പോൾ ഡയറക്റ്റ് ചോദ്യമാണ്. ഗാമ റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം. ഓപ്ഷൻ സി, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് അല്ലേ? നമ്മൾ പഠിക്കുന്നുണ്ട്. They are a form of high energy electromagnetic radiation emitted during nuclear reactions, radioactive decay or other high energy processes. പിന്നെ ഗാമ റേസിന് നമുക്കറിയാം, അത് മാസ് ഇല്ല, അതുപോലെ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാണെന്ത്, അല്ലെങ്കിൽ റേ ആണ് ഗാമ റേസ്. പിന്നെ അതിന്റെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡ് തന്നെയാണ്. നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എല്ലാത്തിന്റെയും, അതായത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ആയ ഇപ്പോൾ ഗാമാറേ ആവട്ടെ, എക്സ്റേ, UV, ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ വിസിബിള് തുടങ്ങി എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനും നമുക്ക് എന്താണ്, അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് തന്നെയാണ്. അതായത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെയാണ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഇപ്പം ആൽഫ DK അല്ലെങ്കിൽ ആൽഫ റേയും അതുപോലെ ബീറ്റ DK ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്കറിയാം. ആൽഫ പാർട്ടിക്കിൾസ് ആണ് സ്വാഭാവികമായിട്ടും അത് ഹീലിയം ന്യൂക്ലിയസിന് സമമാണ്. അതായത് അതിന്റെ ചാർജ് പോസിറ്റീവ് ആണ് പഠിക്കുന്നുണ്ട്. അതേപോലെ ഹൈലി അയണൈസിങ് റേഡിയേഷൻ ആണെന്ത്, നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ. അതേസമയം ബീറ്റ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആൽഫ പാർട്ടിക്കിളിനെ വെച്ച് നോക്കുമ്പോൾ അതിന്റെ മാസ് എന്ത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേപോലെ നമുക്കറിയാം β-DK ഉണ്ട്, β+DK ഉണ്ട്. β-DKയിലാണെങ്കിൽ നമുക്ക് എന്താ, ഒരു ഇലക്ട്രോൺ ആണ് എമിറ്റ് ചെയ്ത് പോവുക. β+ലാണെങ്കിൽ പോസിട്രോൺ എമിറ്റ് ചെയ്ത് പോകും. പിന്നെ അപ്പൊ ചാർജ് സ്വാഭാവികമായിട്ടും അതെന്ത് β-DK ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് നെഗറ്റീവ് ചാർജ് ആണ് വരിക. അതേസമയം β+ ആണെങ്കിൽ പോസിറ്റീവ് ചാർജ് വരും. ഓക്കെ. പിന്നെ നമ്മുടെ ഗാമാറേ ആണെങ്കിൽ ഗാമാറേ എന്താണ്, അത് ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾ ആണ്. ഓക്കെ. പിന്നെ അതേപോലെ നമുക്ക് പറയാൻ പറ്റും, അത് ഇലക്ട്രിക് ഫീൽഡിലും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിലും അത് ഡിഫ്ലക്ട് ചെയ്യും എന്നുള്ളത്. നമുക്കറിയാം ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതെന്ത് ചെയ്യും, അല്ലെങ്കിൽ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് ആണ് ആൽഫയും ബീറ്റയും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷൻ കാണിക്കും. അതേസമയം നമ്മുടെ ഗാമ റേസിന് എന്തില്ല, ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ന്യൂട്രൽ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിലോ ഒരു ഡിഫ്ലക്ഷനും കാണിക്കില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ചോദ്യം ഗാമ റേസ് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, among the following which electromagnetic radiation has maximum wavelength? ഓപ്ഷൻ എ അൾട്രാവയലറ്റ്, ബി റേഡിയോ വേവ്സ്, സി എക്സ്റേസ്, ഡി ഇൻഫ്രാറെഡ്. തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ആർക്കാണെന്നാണ്. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്? നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പറയുമ്പോൾ ഗാമാറേ, ദെൻ എക്സ്റേ, UV റേ, ദെൻ വിസിബിൾ, ദെൻ IR, ദെൻ മൈക്രോവേവ് ആൻഡ് റേഡിയോ വേവ്. ഇങ്ങനെയുള്ള ക്രമം പഠിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഈ പറഞ്ഞത് എന്താണ്, ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്, ലാംഡയാണ്. അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടുന്ന ക്രമത്തിലാണെന്ത് നമ്മൾ ഈ സ്പെക്ട്രം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാം വേവ് ലെങ്ത്തും അതുപോലെ ഫ്രീക്വൻസി എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, ആണല്ലോ. അതായത് വേവ് ലെങ്ത് ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ന്യൂ ആണ്, ആണല്ലോ. അപ്പൊ ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എന്താ ഇത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാൻ പറ്റും. അതുപോലെ നമ്മൾ പഠിക്കുന്നുണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ അതിന്റെ എനർജി എന്താണ്, E എന്ന് പറഞ്ഞാൽ hν ആണല്ലോ. E എന്ന് പറഞ്ഞാൽ hν ആണ്. അല്ലെങ്കിൽ അതായത് എന്താ, ഫ്രീക്വൻസി ന്യൂ കൂടിയാൽ നമുക്ക് എന്ത് കൂടും, എനർജി കൂടും. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ hc/λ എന്ന് പറയാൻ പറ്റും. അതായത് വേവ് ലെങ്ത്തിനും എനർജി അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറഞ്ഞാൽ
എനർജി എന്ത് ചെയ്യും, കൂടുന്നു പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജി എന്തിന് പ്രൊപ്പോർഷണലാണ്? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണലാണ്. അതുപോലെ വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പിന്നെ നമ്മുടെ ഈ സ്പെക്ട്രം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഏത് ക്രമത്തിലാണ്? അതായത് വേവ് ലെങ്ത് കൂടിയ ക്രമത്തിലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്പെക്ട്രം ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി കുറയുന്ന രീതിയിൽ. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇവിടെ മാക്സിമം വേവ് ലെങ്ത് വരുന്നത് ആർക്കാണ്? റേഡിയോ വേവ്സിനാണ് മാക്സിമം വേവ് ലെങ്ത്. ഇനി അഥവാ അടുത്ത എക്സാമിന് ചോദിക്കുകയാണ് ഏതിനാണ് മിനിമം എനർജി വരുന്നത്? മിനിമം എനർജി വരുന്നത് ആർക്ക് തന്നെയാണ്? നമ്മുടെ റേഡിയോ വേവ്സിനാണ്. അല്ലെങ്കിൽ ഏറ്റവും മിനിമം ഫ്രീക്വൻസി വരുന്നത് ആർക്കാ? അതും റേഡിയോ വേവ്സിനാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന വേവ്സിൽ ഈ റേഡിയോ വേവിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് വരുന്നത്. അല്ലെങ്കിൽ പറയാൻ പറ്റും റേഡിയോ വേവിന്റെ വേവ് ലെങ്ത് ആണ് ആരേക്കാൾ കൂടുതൽ? റേഡിയോ വേവ്സ്. തന്നിരിക്കുന്നതിൽ റേഡിയോ വേവ്, പിന്നെ അടുത്ത് വരുന്നത് IR ആണ്, ഇൻഫ്രാറെഡ്, ദെൻ UV, ദെൻ എക്സ്റേ. തന്നിരിക്കുന്നതിൽ വേവ് ലെങ്ത് ഏറ്റവും കൂടുതൽ ആർക്കാണ്? റേഡിയോ വേവ്സിനാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇനിയിപ്പോൾ ഇതിലിപ്പോൾ ഗാമാറേ തന്നിട്ടില്ല. ഗാമാറേക്കാണ് എന്ത് ഏറ്റവും മിനിമം വേവ് ലെങ്ത് ഉള്ളതും അതുപോലെ ഹയസ്റ്റ് എനർജി ഉള്ള ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഏത് തന്നെയാണ്? ഗാമാറേ ആണ്. അതുപോലെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതും ഗാമാറേക്കാണ്. ഓക്കെ, അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. The increasing order of wavelength in the electromagnetic spectrum is gamma rays less than, X-rays less than, ultraviolet, visible, infrared, microwave, then radio waves. Gamma rays have the shortest wavelength and the highest energy. As wavelength increases, frequency and energy decreases. Okay, അതായത് wavelength കൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഫ്രീക്വൻസിയും അതുപോലെ എനർജിയും ഡിക്രീസ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം. The half-life period of a radioactive element is 140 days. After 560 days, 1 gram of the element will reduce to. അതായത് ഒരു എലമെന്റിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ടി ഹാഫ് തന്നിട്ടുണ്ട്. എത്രയാണ് ടി ഹാഫ്? 140 ഡേയ്സ് തന്നിട്ടുണ്ട്. ടി ഹാഫ് 140 ഡേയ്സ് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മൾ ചോദിച്ചിട്ടുള്ള എന്താ? 560 ദിവസത്തിന് ശേഷം 1 ഗ്രാം എലമെന്റ് ആദ്യം ഉണ്ടായിരുന്നത് അത് എത്ര ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എത്ര റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഹാഫ് ആണോ, അല്ലെങ്കിൽ 1/4 ഗ്രാം ആണോ, 1/8 ആണോ, അല്ലെങ്കിൽ 1/16 ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എത്ര ഹാഫ് ലൈഫ് ഉണ്ട് എന്ന് ആദ്യം നോക്കുക. ഓക്കെ, അതായത് അപ്പൊ നോക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ടോട്ടൽ എത്ര ദിവസം തന്നിട്ടുള്ളത്? 560 ദിവസത്തിന്റെയാണ് നോക്കേണ്ടത്. 560 ദിവസത്തിൽ 560 ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ്, അതായത് 140. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 4 ആണെന്ത്? നമ്മുടെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് വരുന്നത് 4 ആണ്. ഓക്കെ, നമുക്കറിയാം ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫ് ലൈഫ് പറഞ്ഞാൽ എന്താ? അത് പകുതി ആവാൻ എടുക്കുന്ന സമയമാണെന്ത്? അതിന്റെ ഹാഫ് ലൈഫ്. അത് 1/2 ആവുന്ന ടൈമിനെയാണ് ഹാഫ് ലൈഫ് എന്ന് പറയാം. അതായത് നമുക്കറിയാം 140 ഡേയ്സിൽ എത്ര ആയിട്ടുണ്ടാവും? 140 ഡേയ്സ് കഴിയുമ്പോൾ അത് 1/2 ആയിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ തന്ന എത്രയാണ്? 560 ആണ്. അതായത് 140 കഴിഞ്ഞ് ഇപ്പോൾ 280 ആകുമ്പോൾ നമുക്ക് എത്ര ആവും? ഈ 1/2ന്റെ പകുതിയാണ് വരിക. അതായത് 1/4 ഗ്രാം വരും. 280 കഴിഞ്ഞ് അടുത്ത ഹാഫ് ലൈഫ് വരുമ്പോൾ 1/8 വരും. അടുത്ത് വരുമ്പോൾ 1/16 ഗ്രാം ആണെന്ത് ലാസ്റ്റ് വരും. അതായത് നമുക്ക് ഇവിടെ അറിയാം ഒരു ഹാഫ് ലൈഫ് കഴിഞ്ഞാൽ 1/2, 2 ഹാഫ് ലൈഫ് ആകുമ്പോൾ 1/4, 3 ആകുമ്പോൾ നമുക്കിവിടെ 1/8, നാലാമത്തെ 4 ഹാഫ് ലൈഫ് ഉണ്ട് എന്നാണ് തന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും 1/16 ഗ്രാം ആണെന്ത് ഇവിടെ ബാക്കിയാവുന്നത്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് ചെയ്യണമെങ്കിലും ചെയ്യാം. വളരെ ഈസി, ഇതേപോലെ ലോജിക് വെച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നോക്കാം. The half-life refers to the amount of time that it requires for the original activity to get reduced by half. അതായത് ഒരു എലമെന്റ് ഉണ്ട്, അതിന്റെ 1/2 അല്ലെങ്കിൽ പകുതി ആവാൻ എടുക്കുന്ന, അല്ലെങ്കിൽ ഒറിജിനലിന്റെ പകുതി ആവാൻ എടുക്കുന്ന
ടൈമിനെയാണ് എന്ത് വിളിക്കുന്നത്, ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇനീഷ്യലി നമുക്ക് n ആറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ n പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ടി ഹാഫ് ആകുമ്പോൾ എത്രയാവും, അത് n/2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട്, 4 ഹാഫ് ലൈഫ് വരുന്നുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. n പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 1 ഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ n × 1/2 റേസ് ടു n. ഇത് ഇക്വേഷൻ ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ n = n0 ആണ് ഇനീഷ്യൽ ഉള്ള എമൗണ്ട്, n0 ഹാഫ് റേസ് ടു n എന്നുള്ളതാണ് ശരിക്കുള്ള ഇക്വേഷൻ. അപ്പോൾ എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ലാസ്റ്റ് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, n0 പറഞ്ഞാൽ ഇനീഷ്യലി 1 ഗ്രാം ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1/2 ഹോൾ റേസ് ടു, ഇവിടെ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് എത്രയാണ്, n, സ്മോൾ ലെറ്റർ n വരുന്നത് 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നത്, എത്ര 1/16 ആണ് എന്ത് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 160 ദിവസത്തിന് ശേഷം നമുക്ക് റെഡ്യൂസ് ആവുന്ന എമൗണ്ട് വരുന്നത് എത്രയാണ്, 1/16 ഗ്രാം ആണ് റിമെയിൻ ചെയ്യുക. ഓക്കെ, സിമ്പിൾ ചോദ്യമായിരുന്നു. ഇപ്പോൾ ലോജിക്ക് വെച്ചോ അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചോ ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം, splitting of spectral line when atoms are subjected to strong electric field is called. ഒരു ഡെഫിനിഷൻ പോലെ ഡയറക്റ്റ് ചോദ്യമാണ്. അതായത് സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പ്ലിറ്റിംഗിൽ സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സമയത്ത് സ്പെക്ട്രൽ ലൈനിന്റെ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സ്റ്റാർക്ക് എഫക്ട്, ബി സീമാൻ എഫക്ട്, സി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, ഓപ്ഷൻ ഡി ഡീകെ. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്, നമുക്കറിയാം. ഇതിന്റെ ആൻസർ എന്താണ്, സ്റ്റാർക്ക് എഫക്റ്റ് ആണ് ആൻസർ വരുന്നത്. അതായത് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിന്റെ സമയത്ത് സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പ്ലിറ്റിംഗ് വരുന്നത് ഏതിനാണ്, സ്റ്റാർക്ക് എഫക്റ്റിനാണ്. അങ്ങനെയെങ്കിൽ സീമാൻ എഫക്റ്റ് എന്താ, സീമാൻ എഫക്റ്റ് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സ്റ്റാർക്ക് എഫക്റ്റ് പോലെ തന്നെ, വ്യത്യാസം എന്താ വെച്ചാൽ അവിടെ എന്ത് വരും, സീമാൻ എഫക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിലാണ് എന്ത് വരുന്നത്, സ്പ്ലിറ്റിംഗ് വരുന്നത്. സ്റ്റാർക്ക് എഫക്റ്റ് ആകുമ്പോൾ അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസ് കൊണ്ടാണ് നമുക്ക് സ്പ്ലിറ്റിംഗ് ഉണ്ടാകുന്നത്. അപ്പോൾ മാറിപ്പോണ്ട, സ്റ്റാർക്ക് എഫക്റ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും, അതുപോലെ സീമാൻ എഫക്റ്റിൽ വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസ് കൊണ്ടുണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈൻസിന്റെ സ്പ്ലിറ്റിങ്ങിനെയാണ് സീമാൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കുക, ഡയറക്റ്റ് ചോദ്യം. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലാർജസ്റ്റ് ആറ്റോമിക് റേഡിയസ്? തന്നിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ആറ്റോമിക് റേഡിയസ് ഏതിനാണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ലിഥിയം, ബി പൊട്ടാസ്യം, സി റേഡിയം, ഡി സ്ട്രോൺഷ്യം. അപ്പോൾ നമുക്കറിയാം തന്നിരിക്കുന്ന ഏതൊക്കെയാണ്, എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണല്ലോ. നമ്മൾ പഠിക്കുന്നുണ്ട് ആറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിലും അതുപോലെ പീരീഡിലും എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ട്. അല്ലെ, ഗ്രൂപ്പിൽ ആറ്റോമിക് റേഡിയസ് എന്താ ചെയ്യുക, ആറ്റോമിക് റേഡിയസ് ഒരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആറ്റോമിക് റേഡിയസ് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും അതിന്റെ ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് ടോപ്പ് ടു ബോട്ടം ചെയ്യുമ്പോൾ ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന പഠിക്കുന്നുണ്ട്. പീരീഡിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും ആറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യാണ് പീരീഡിൽ സംഭവിക്കുക. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്, നമുക്കിത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഏറ്റവും താഴെ ഉള്ള അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ഏറ്റവും താഴെയുള്ള എലമെന്റ്സ് ഏതാ നോക്കിയാൽ മതി, അതിനായിരിക്കും ലാർജസ്റ്റ് റേഡിയസ് വരിക. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ലിഥിയം ഏതാ, അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പോ ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ലിഥിയം, പിന്നെ ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, ദെൻ സീസിയം, ഫ്രാൻഷ്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ്. അതേപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെ, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ദെൻ റേഡിയം. ജസ്റ്റ്
പഠിച്ചു വെക്കുക. അതൊക്കെ സ്ഥിരമായിട്ട് എക്സാം ചോദിക്കുന്നതാണ്. അപ്പം എന്തായാലും നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, അതുപോലെ നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ സ്ഥിരമായിട്ട് എന്തായാലും പഠിച്ചു വെക്കുക. കുറേയൊക്കെ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ ഹാലജൻ 17ാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുന്നത് നല്ലത് തന്നെയാണ്. എന്തായാലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇവിടെ തന്നിരിക്കുന്നത് ലിഥിയം ആണ്, അതുപോലെ ലിഥിയം, പിന്നെ റേഡിയം തന്നിട്ടുണ്ട്, പൊട്ടാഷ്യം, സ്ട്രോൺഷ്യം. അപ്പൊ നോക്കിയാൽ തന്നെ അറിയാം, ഇവിടെ ഗ്രൂപ്പിൽ താഴോട്ട് വരും തോറും നമുക്ക് ആറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന പഠിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഏറ്റവും താഴെ കിടക്കുന്ന ആരാണ്? റേഡിയം ആണെന്ത് ഏറ്റവും താഴെ കിടക്കുന്നത്. ഗ്രൂപ്പിലെ ഏറ്റവും സെക്കൻഡ് ഗ്രൂപ്പിലെ ഏറ്റവും താഴെയുള്ള ബോട്ടം എലമെന്റ് ആണ് റേഡിയം കിടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റേഡിയത്തിനാണ് ആറ്റോമിക് റേഡിയസ് വലുത് വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മുടെ ചോദ്യത്തിൽ ആൻസർ വരുന്ന ഏതാണ്? റേഡിയം ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനിയിപ്പോ നേരത്തെ എങ്ങനെ ചോദിച്ചാലും ഓക്കെ. ഇനിയിപ്പം ഇതിൽ തന്നെ നിങ്ങൾക്ക് മേ ബി അയോൺസിന്റെ ചോദിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ അയോൺ ആവട്ടെ, അല്ലെങ്കിൽ ന്യൂട്രൽ ആറ്റം ആവട്ടെ, അല്ലെങ്കിൽ ആനയോൺ ആവട്ടെ, ഏതാണെങ്കിലും ഗ്രൂപ്പിൽ അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും അതിന്റെ അയോണിക് റേഡിയസ് ആണെങ്കിലും അതുപോലെ ആറ്റമിക് റേഡിയസ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്യും? അത് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും നമുക്ക് എന്ത് ചെയ്യും? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്തോറും അതിന്റെ ആറ്റമിക് റേഡിയസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനെ ആറ്റമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്ത് താഴോട്ട് വരുംതോറും റൈറ്റിലേക്ക് പോകുന്തോറും എന്ത് ചെയ്യും? റൈറ്റിലേക്ക് പോകുന്തോറും ഇത് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടെ ആൻസർ റേഡിയം ആണ് ആറ്റമിക് റേഡിയസ് ലാർജസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ ആ കേസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, വിച്ച് among the following has the strongest is the strongest acid? താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഏതാണ് ചോദ്യം. ഓപ്ഷൻസ് HF, HCl, HBr, HI. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്? ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണ് അല്ലേ? അതായത് ഇതില് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഏതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ആസിഡിറ്റിനെ അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഏതാ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ആസിഡിറ്റിനെ ബാധിക്കണ 1-2 പ്രോപ്പർട്ടീസ് ഇവിടെ നോക്കിയാൽ മതിയാവും. ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതൊക്കെയാണ് അതിനെ ബാധിക്കുന്നത്? ഒന്ന് ബോണ്ട് സ്ട്രെങ്ത് ബാധിക്കുന്നുണ്ട്, അതുപോലെ ഈ മോളിക്യൂൾസിന്റെ സൈസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമുക്ക് ഇവിടെ ഈ കേസിൽ നോക്കുമ്പോൾ നമുക്ക് എന്ത് ബോണ്ട് സ്ട്രെങ്ത്തും അല്ലെങ്കിൽ ഇതിന്റെ ഈ ആറ്റത്തിന്റെ സൈസ് ഒക്കെ നോക്കിയാൽ മതിയാവും. ഓക്കെ. അവ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് സ്ട്രെങ്ത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദ സ്ട്രെങ്ത് ഓഫ് ദ ബോണ്ട് ബിറ്റ്വീൻ ഹൈഡ്രജൻ ആൻഡ് ദ ആറ്റം ഇറ്റ്സ് ബോണ്ടഡ് ടു പ്ലേ എ ക്രൂഷ്യൽ റോൾ. വീക്കർ ബോണ്ട് മേക്ക് ഈസിയർ ഫോർ ദ മോളിക്യൂൾ ടു റിലീസ് H+ അയോൺസ് മേക്കിംഗ് ദ ആസിഡ് സ്ട്രോങ്ങർ. നമുക്കറിയാം ഒരു ആസിഡ് സ്ട്രോങ്ങർ ആസിഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് അതായത് അതിലെ H+ അയോൺസിനെ എത്ര പെട്ടെന്ന് ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയുന്നോ അതാണ് എന്ത് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് വരിക. ഓക്കെ. അത് പെട്ടെന്ന് H+ അയോൺസിനെ വിഡ്രോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതാണ് എന്ത് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആയിട്ട് വരിക. അതായത് നമുക്കറിയാം ബോണ്ട് സ്ട്രെങ്ത് കൂടുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് H+ അയോൺസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വളരെ വീക്കറായിട്ട് അതിനെ ഡിസോസിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടിക്കഴിഞ്ഞാൽ അസിഡിറ്റി എന്ത് ചെയ്യും? അസിഡിറ്റി കുറയാണ് ചെയ്യുക. ഓക്കെ. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. എന്ത് ഒരു ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ബോണ്ട് സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക. അതായത് ആറ്റത്തിന്റെ സൈസ് കൂടുമല്ലോ, സ്വാഭാവികമായിട്ടും ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും കുറഞ്ഞു വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും H+ അയോൺസിനെ പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ട്രോങ്ങസ്റ്റ് ആസിഡ് കിട്ടുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ഏതൊക്കെയാണ്? ഹൈഡ്രോ ഹാലിക് ആസിഡ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൽ HF, HCl, HBr, HI. അതിലെന്താ താഴോട്ട് വരുംതോറും ഹാലജന്റെ സൈസ് കൂടി വരുന്നുണ്ട്. അതായത് ഫ്ലോറിനേക്കാൾ വലുതാണ് ക്ലോറിൻ, അതിനേക്കാൾ വലുതാണ് ബ്രോമിൻ, അതിനേക്കാൾ വലുതാണ് അയഡിൻ. സ്വാഭാവികമായിട്ടും അതിന്റെ ബോണ്ട് എന്ത് ചെയ്യും? ബോണ്ട് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. സോ സ്ട്രോങ്ങർ ആസിഡ് ആയിട്ട് വരും. ഇനി സൈസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താ താഴോട്ട് വരുംതോറും സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഹൈഡ്രജൻ ഹാലൈഡ്സിൽ അസിഡിറ്റി ഇൻക്രീസ് ചെയ്യണത് എങ്ങനെയാണ്? ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും അസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. അതായത്
ഏറ്റവും അസിഡിക് ആയിട്ട് വരുന്ന ആരാണ്? HI ആണ്. ഹൈഡ്രജൻ ഹാലൈഡ് ആണ്. സോറി, ഹൈഡ്രജൻ അയഡൈഡ് ആണെന്ത് നമ്മളിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതായത് HF, ആ ക്രമം നോക്കുകയാണെങ്കിൽ HF, പിന്നെ HCl, ദെൻ ഹൈഡ്രജൻ ബ്രോമൈഡ് അല്ലെങ്കിൽ CBr, ദെൻ HI. ഓക്കെ, അപ്പൊ ഇതിൽ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആയിട്ട് വരുന്ന ഏതാണ്? HI ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണെന്ത് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ റീസൺ മനസ്സിലായല്ലോ. ബോണ്ട് സ്ട്രെങ്തോ അല്ലെങ്കിൽ സൈസ് ഓഫ് ദ ആറ്റം നോക്കിയാൽ മതിയാവും. അടുത്ത ചോദ്യം, ഹാലജൻ വിച്ച് ഷോസ് ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഈസ്. അതായത് ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കുന്ന ഹാലജൻ ഏതാണെന്നുള്ളതാണ്. ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്കറിയാം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ പറഞ്ഞാൽ എന്താ? അതായത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടിനെ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും ഗ്രൂപ്പിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും നമുക്കറിയാം ആറ്റത്തിന്റെ സൈസ് കൂടി വരുന്ന പഠിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ ആ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ താഴോട്ട് വരുംതോറും കൂടുകയാണ് ചെയ്യുക ഗ്രൂപ്പിൽ, അല്ലേ? ആലോചിച്ച് നോക്ക്, ശരിയല്ലേ? അത് അല്ലെങ്കിൽ ഞാൻ തിരിച്ച് പറയുകയാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ? ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് ഞാൻ എന്താ വിളിക്കുന്നത്? ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താ ചെയ്യുന്നത്? അതായത് മുകളിൽ നിന്ന് ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറയാണ് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ ഹാലജന്റെ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രൂപ്പ് 17 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലൂറിൻ ആണെന്ത്? ഹൈലി ഇലക്ട്രോ നെഗറ്റീവ്. അതേസമയം ഏറ്റവും വീക്കസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ഏതാ വരുന്നത്? അയഡിൻ ആണ്. ഓക്കെ, കാരണം എന്താ? അയഡിൻ ഏറ്റവും താഴെ കിടക്കുന്നത്. ഇവിടെ ചോദ്യം എന്താണ്? ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഏതാ വരുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം ആ ക്രമം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അവിടെ അയഡിൻ ആണെന്ത്? ഏറ്റവും താഴെ കിടക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഗ്രൂപ്പിൽ താഴോട്ട് വരുംതോറും ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യും. സോ അയഡിൻ ആണെന്ത് ഇവിടെ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ഹയസ്റ്റ് ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കാണിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി അയഡിൻ ആണെന്ത് ഇവിടെ കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ദ ഗ്യാസ് യൂസ്ഡ് ഫോർ ഇൻഫ്ലേറ്റിംഗ് ദ ടയേഴ്സ് ഓഫ് എയർപ്ലെയിൻസ് ഈസ്. അതായത് ഡയറക്റ്റ് ചോദ്യമാണ്, GK പോലത്തെ ചോദ്യം. അതായത് നമ്മുടെ എയറോപ്ലെയിനിലെ ടയേഴ്സ്, അതിന്റെ ഗ്യാസ് ഏത് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്? ടയറിൽ ഫില്ല് ചെയ്യാൻ ഏത് ഗ്യാസ് ആണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ ആൻഡ് ഹീലിയം, ബി ഹൈഡ്രജൻ ആൻഡ് ഹീലിയം, സി നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ആർഗൺ ആൻഡ് ഹീലിയം. നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെ ഏതാ? ഓപ്ഷൻ എ നൈട്രജൻ ആൻഡ് ഹീലിയം. ഡയറക്റ്റ് ചോദ്യമാണ്. കാരണം എന്താ? നൈട്രജൻ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഈ എയറോപ്ലെയിൻസ് പറഞ്ഞാൽ പല കണ്ടീഷൻസിലൂടെ, അല്ലെങ്കിൽ പ്രഷർ വേരിയേഷനിലും അതുപോലെ ടെമ്പറേച്ചർ വേരിയേഷനിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലെ ടയർ എന്ത് ചെയ്യാൻ പാടില്ല? അതിലെ നിറച്ച കാറ്റ് ഒരിക്കലും ടെമ്പറേച്ചറിനോ അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ അനുസരിച്ച് അത് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാനോ എക്സ്പാൻഡ് ചെയ്യാനോ പാടില്ല. അപ്പൊ അങ്ങനെ ഒരു നൈട്രജൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് അതങ്ങനത്തെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നൈട്രജൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ നൈട്രജൻ എന്താണ്? ഇൻകംബസ്റ്റിബിൾ ആണ്. അതുപോലെ അത്ര പെട്ടെന്ന് റിയാക്റ്റീവും അല്ല. ഓക്കെ, അത് സേഫർ ആണ്. അതുപോലെ ഹീലിയം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇനേർട്ട് ഗ്യാസ് ആണല്ലോ. സ്വാഭാവികമായിട്ടും അതും ഇതേപോലെ ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. അതുപോലെ ലൈറ്റ് വെയിറ്റും ആണ്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് നോർമലി അല്ലെങ്കിൽ ഏറ്റവും മെജോറിറ്റി യൂസ് ചെയ്യുന്നത് നൈട്രജൻ ആണ്. പിന്നെ ഹീലിയം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ റീസൺ ഇതാണ്, എന്ത്? അത് ലെസ് റിയാക്റ്റീവ് ആണ്. അതുപോലെ പെട്ടെന്ന് കത്തിപ്പോവാത്ത ഗ്യാസസും ആണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ എയറോപ്ലെയിൻ്റെ ടയർ ഫില്ല് അല്ലെങ്കിൽ അതിലെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നൈട്രജനും ഹീലിയം ഗ്യാസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റീസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നൈട്രജൻ യൂസ്ഡ് ടു മിനിമൈസ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഫ്രം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ചേഞ്ചസ് ഡ്യൂറിങ് ഫ്ലൈറ്റ്.
Nitrogen is also incombustible, so it won't flame to fuel and can help prevent wildfires. Then nitrogen is also least reactive. least reactive ഗ്യാസ് കൂടിയാണ് നൈട്രജൻ ഗ്യാസ്. അതുപോലെ ഹീലിയം യൂസ് ചെയ്യേണ്ട മെയിൻ റീസൺ ചോദിച്ചാൽ ഹീലിയം യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ആൻഡ് നോൺ ഇൻഫ്ലേമബിൾ ഗ്യാസ്. പെട്ടെന്ന് കത്തിപ്പോവാത്ത അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാത്ത ടൈപ്പ് ഗ്യാസ് ആണെന്ത് നമ്മുടെ ഹീലിയം. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇൻഫ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് യൂസ് ചെയ്യുന്നത്, നൈട്രജനും ഹീലിയം യൂസ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ പഠിച്ചു. അടുത്ത ചോദ്യം, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ്, ഇത് നോക്കുക. ഓപ്ഷൻ എ CaSO4 H2O, then CaSO4 2H2O, CaSO4 half H2O, CaSO4 1.5 H2O. അത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇതിന്റെ കെമിക്കൽ ഫോർമുല അറിയുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. നമുക്കറിയാം പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്താണ്, കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ആണെന്ത് നമ്മുടെ കാൽഷ്യം നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അതായത് CaSO4 half H2O ആണ് ഏത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. അപ്പോൾ നിങ്ങൾ മാറിപ്പോകണ്ട, CaSO4 2H2O ആണ് ഏത് നമ്മൾ ജിപ്സം പഠിക്കുന്നുണ്ട് അല്ലേ. ജിപ്സം ഹൈഡ്രേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിലേക്ക് വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, CaSO4 half H2O അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ ജിപ്സം പഠിക്കുന്നുണ്ട്. ജിപ്സം എന്താണ്, CaSO4 2H2O ആണ് ജിപ്സം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണെങ്കിൽ CaSO4 half H2O. അത് മാറിപ്പോണ്ട, ഡയറക്റ്റ് ചോദ്യമായിരുന്നു. Plaster of Paris is a chemical compound known as calcium sulfate hemihydrate. It is produced by heating gypsum to about 150 degree Celsius. അതായത് ജിപ്സം 150 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ CaSO4 half H2O അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ലഭിക്കുന്നത്. ഇതിന്റെ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ അതിലേക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസിലേക്ക് വെള്ളം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് അത് സെറ്റ് ആയിട്ട് വരും, പെട്ടെന്ന് ഹാർഡായിട്ട് വരും, പഠിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ റിയാക്ഷൻ എക്സോതെർമിക് ആണ്, അതായത് റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് റിലീസ് ആവുന്നുണ്ട്. അതുപോലെ നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ യൂസ് എന്താണ്, മോൾഡ് അല്ലെങ്കിൽ നമ്മൾ പ്രതിമകളോ മറ്റ് കാസ്റ്റുകളോ അല്ലെങ്കിൽ പല ആർക്കിടെക്ചറൽ എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കെമിക്കൽ ഫോർമുല CaSO4 half H2O ആണ് ഏത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പിന്നെ CaSO4 2H2O ആണ് ജിപ്സം. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതിയാവും, മാറിപ്പോയത്. ഓക്കെ, ദെൻ നമ്മുടെ ലാസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഹാസ് ദ ലോവസ്റ്റ് ആനയോൺ ടു കാറ്റയോൺ സൈസ് റേഷ്യോ. ഇതും ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ് ചോദ്യം, ആനയോൺ ടു കാറ്റയോൺ സൈസ് റേഷ്യോ ഏറ്റവും ലോവസ്റ്റ് ഏതിനാണ് തന്നിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഒരു കോമ്പൗണ്ട്, ഇപ്പോൾ ലിഥിയം LiF വന്നിട്ടുണ്ട്, സോഡിയം NaF, CSI CSF. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആനയോൺ കാറ്റയോൺ ഏതൊക്കെയാണ് തന്നിരിക്കുന്നതിൽ, കാറ്റയോൺസ് വരുന്നത് ലിഥിയം, അതുപോലെ ലിഥിയം, സോഡിയം, പിന്നെ സീസിയം. ഇത് മൂന്നാണല്ലോ നമ്മുടെ കാറ്റയോൺസ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജസ് ഉള്ളത് വരുന്നത്, അയോൺസ് വരുന്നത്. നെഗറ്റീവ് അയോൺസ് ആണല്ലോ നമ്മുടെ ആനയോൺസ്. ആനയോൺസ് വരുന്നത് ഏതൊക്കെയാണ്, ആനയോൺസ് വരുന്നത് ഇവിടെ തന്നിട്ടുള്ളത് F- അതുപോലെ അയഡിനും I-. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ തന്നിട്ട് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ആനയോൺ ടു കാറ്റയോൺ സൈസ് അല്ലെങ്കിൽ ആനയോൺ ടു കാറ്റയോൺ, ആനയോൺ ടു കാറ്റയോൺ റേഷ്യോ ആണ്. അപ്പൊ ഇത് ഏറ്റവും ലോവസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, ആനയോണിന്റെ സൈസ് ഏറ്റവും മിനിമം ആവണം, കുറയണം. അതുപോലെ കാറ്റയോണിന്റെ സൈസ് എന്ത് ചെയ്താൽ മതി, കൂടിയാലും നമുക്ക് എന്ത് കിട്ടും, ഈ റേഷ്യോ ഏറ്റവും മിനിമത്തിൽ കിട്ടും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആനയോണിന്റെ സൈസ് കുറയുക, കാറ്റയോണിന്റെ സൈസ് കൂടുക. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇവിടെ നോക്കിയാൽ അറിയാം, ലിഥിയം, സോഡിയം, സീസിയം, ഇതിൽ നോക്കുകയാണെങ്കിൽ കാറ്റയോൺ സൈസ് ഏറ്റവും കൂടുതൽ ആർക്കാണ്, സീസിയത്തിനാണ് ഏറ്റവും വലിയ സൈസ് വരുന്നത്. കാരണം എന്താ, ഗ്രൂപ്പിൽ നമുക്കറിയാം ആനയോൺ ആവട്ടെ കാറ്റയോൺ ആവട്ടെ മുകളിൽ നിന്ന് താഴോട്ട് ഗ്രൂപ്പിലേക്ക് വരുന്തോറും ആറ്റോമിക് അല്ലെങ്കിൽ കാറ്റയോണിന്റെ അല്ലെങ്കിൽ ആനയോണിന്റെ ഒക്കെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സീസിയത്തിനാണ് എന്ത് ഏറ്റവും ലാർജസ്റ്റ് കാറ്റയോൺ സൈസ് വരുന്നത്. ഇനി ആനയോണിന്റെ സൈസ് ഇതേപോലെ ഫ്ലോറിനും ഉണ്ട് അയഡിനും ഉണ്ട്.
അപ്പൊ ഫ്ലൂറിനാണെന്ത് ഏറ്റവും മിനിമം സൈസ് വരുന്നത് ആർക്കാണ്? ഫ്ലൂറിനാണ്. അയഡിനാണെന്ത് സൈസ്, ആനയോണ്ട് സൈസ് കൂടുതൽ. അപ്പൊ സ്വാഭാവികമായിട്ടും ആനയോൺ ടു കാറ്റയോൺ റേഷ്യോ ഇവിടെ കുറഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻ ഏതാ വരേണ്ടത്? കാറ്റയോൺ ആയിട്ട് സീസിയവും അതുപോലെ ആനയോൺ ആയിട്ട് ഫ്ലൂറിനും അല്ലെങ്കിൽ F- വന്നാൽ മതിയാവും. അപ്പൊ നമ്മുടെ തന്നിരിക്കുന്നവയിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാ വരിക? CSF ആണെന്ത് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത്. കാരണം ഇവിടെ കാറ്റയോണിന്റെ സൈസ് സീസിയത്തിലാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ F- ആനയോൺ നോക്കുകയാണെങ്കിൽ ആനയോണിന്റെ സൈസ് എന്ത് ഏറ്റവും മിനിമം വരുന്നത് ഏതിനാ? ഫ്ലൂറിനാണ്. അതുകൊണ്ടാണ് CSF കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് കാര്യം ഓർത്തു വെക്കുക. ജസ്റ്റ് ഇവിടെ കൊടുത്തു എന്നുള്ളൂ. The anion to cation size ratio is determined by comparing the size of the anion to the size of cation. The compound with the lowest ratio has the largest cation relative to the smallest anion. Okay. Then cations ഇവിടെ La plus less than Na plus less than K plus less than rubidium, Rb plus less than cesium. As we move down the alkali metal group, the size of the cation increases. അതേപോലെ ആനയോൺസ് ആണെങ്കിൽ ഇവിടെ F- I- ആണ്. സ്വാഭാവികമായിട്ടും അതും തന്നെയാണ്. ഇവിടെ മുകളിൽ നിന്നും താഴോട്ട് വരുന്തോറും ആനയോണിന്റെ സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ലോവസ്റ്റ് കിട്ടിയതാണ് CSF ആണ്. Lowest anion to cation size ratio due to the combination of large CS plus cation and the relatively smaller F- anion. ഓക്കെ, അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതുവരെ നമ്മൾ പറഞ്ഞതിൽ കുറേയൊക്കെ എന്താണ് പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഓരോ റിലേഷൻ, ആറ്റോമിക് റേഡിയസ് ആവട്ടെ, അതുപോലെ ഇപ്പോൾ അസിഡിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ പറഞ്ഞതിലാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണെങ്കിൽ അതിൽ നമ്മുടെ ബയോ കെമിസ്ട്രിയിൽ നിന്നൊക്കെ 2-3 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഡയറക്റ്റ് ചോദ്യങ്ങൾ തന്നെ. ഇപ്പോൾ +2 NCERT ബേസ്ഡ് ആയിട്ട് കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ ചിലത് ഡിഗ്രി ലെവലും വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.